അതിശയിപ്പിക്കുന്ന കുറേ സാക്ഷ്യം പറയലുകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഞാനൊക്കെ ഒരു മുരുക ഭക്തന കൂടിയായ ആളാണ്. മുരുകൻ്റെ അടുത്ത് പഴനി പോയിട്ടുണ്ട്, ഹിഡുംബർമല കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ലായിരുന്നു. അതിന് താഴെ ഭഗവാൻ മുരുകൻ്റെ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ ആ മലയുടെ താഴെയാണ് ഭോഗർനാഥിൻ്റെ സമാധിയും അദ്ദേഹം ഇതിനൊപ്പം ഉണ്ടാക്കിയ 2ാമത്തെ വിഗ്രഹം ഇരിക്കുന്നു എന്നുള്ള നിഗൂഢമായ രഹസ്യം. അത് മാത്രമല്ല, നമ്മളോട് അങ്ങ് ആദ്യമായി പറഞ്ഞു അത് ഒരു ബ്ലാക്ക് മാറ്റർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹമാണെന്നുള്ളത്. ബ്ലാക്ക് മാറ്റർ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയണം. അപ്പോൾ ഇത്തരം അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ദേവസ്വം കമ്മീഷണർക്ക് പോലും അറിയാതെ നമ്മുടെ പരപ്പനങ്ങാടി എടുത്ത് വന്നിട്ട് ജ്യോതിഷം വെച്ചിട്ട് പോലും കണ്ടെത്താൻ കഴിയാത്ത ആ വിഗ്രഹം ഇരിക്കുന്ന പൊസിഷൻ കണ്ടെത്താൻ കഴിഞ്ഞ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മളത് ചർച്ച ചെയ്യുകയാണ്. പക്ഷേ അങ്ങ് പറഞ്ഞത് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയത് മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്തവർ ദയവായി അത് മുന്നോട്ട് പോയി അത് കാണണം. അതിനകത്ത് ഭയങ്കരമായ യാദൃശ്ചികതകളുടെ ഒരു കളി. അങ്ങേ മുരുകൻ വന്നിട്ട് ഒരു നിയോഗം ഏൽപ്പിക്കുന്നു, ആ നിയോഗത്തിനൊപ്പം അങ്ങ് സഞ്ചരിക്കുന്നു. അങ്ങ് സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതൊക്കെ വളരെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതൊക്കെ മെറ്റീരിയലൈസ് ചെയ്തു വരികയാണ്. അങ്ങ് ഒരു സാധാരണ മനുഷ്യനെ പോലെ നിന്ന് മുരുകൻ്റെ ഒരു നിയോഗം നടപ്പാക്കുന്ന ഒരു മനുഷ്യനായി നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അതിൻ്റെ പിന്നാലെ വരുന്നു. അതുതന്നെ അങ്ങ് പറഞ്ഞ അതേ കാര്യങ്ങൾ മാസങ്ങൾക്ക് ശേഷം വന്നിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. നരേന്ദ്രമോദിയെ അങ്ങേക്കറിയാം, മോദിക്ക് അങ്ങേ അറിയില്ല. അപ്പോൾ ഇതുവരെ ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അങ്ങ് സൗത്ത് കൊറിയയിൽ പോയിട്ട് ഇങ്യാങ് എന്ന് പറഞ്ഞ അവരുടെ ഒരു മാന്ത്രിക നമ്മുടെ തന്ത്രവിദ്യ പോലെയുള്ള ഒരു സംഭവത്തിൻ്റെ പിന്നാലെ തേടി ചെല്ലുന്നു. കുറച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. സൗത്ത് കൊറിയയിലെ രാജകുമാരി ഇവിടെ വരുന്നു. ഇങ്ങനെ പറയുമ്പോൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങ് ഒരു പൈലറ്റ് വാഹനം പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ പൈലറ്റ് വാഹനമായിട്ട് പോകുന്നു. നമ്മുടെ രാജ്യം തന്നെ അങ്ങനെ വരുന്നു. അങ്ങ് വിശ്വഗുരുവായി ഭാരതം മാറണമെന്ന് 5-6 വർഷം മുമ്പ് ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ഭാരതം വിശ്വഗുരു ആകാൻ പോവുകയാണെന്ന് പറഞ്ഞു. വല്ലാത്ത യാദൃശ്ചികതകളുടെ ഒരു വലിയ ഘോഷയാത്രയാണ് നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ അങ്ങ് പറഞ്ഞത്. അത്ഭുതകരമാണ്, അവിശ്വസനീയമാണ്, പക്ഷേ വസ്തുതകളാണ്. ആ അങ്ങയുടെ സഞ്ചാരങ്ങളുടെ ഈ നമ്മുടെ വിഗ്രഹത്തിൻ്റെ കഥയിലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ കുമാരികാണ്ഡം എന്നുള്ള ഭൂഖണ്ഡത്തിൻ്റെ അതിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഇനി പറയാനിരിക്കുകയാണ്. ഏതായാലും പ്രേക്ഷകർ നമ്മുടെ യാത്രയ്ക്കൊപ്പം കൂടട്ടെ. അങ്ങയുടെ യാത്രയുടെ അനുഭവങ്ങൾ പറയൂ. സന്തോഷം. പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ത്രില്ലിംഗ് ആയി. നിങ്ങൾ എൻ്റെ ഈ പുസ്തകം വായിച്ചിട്ട് ഒരുവിധ ആൾക്കാർ പറഞ്ഞതൊക്കെ ഒരു ത്രില്ലർ നോവൽ വായിച്ച പോലത്തെ എഫക്റ്റ് ഉണ്ടായത്. അതിൽ 2 എനിക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങനത്തെ ആയിരുന്നു. കാരണം ഒരു പവർഫുള്ളായ അദൃശ്യമായ മുരുകന്റെ ഒരു ഒപ്പമുള്ളൊരു യാത്ര, അതെനിക്ക് കിട്ടിയ അനുഭവങ്ങൾ കൈ പിടിച്ചുകൊണ്ട് പോവാണ്. ഓരോ സ്ഥലത്ത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അത്ഭുതമായ അറിവുകൾ, നിഗൂഢമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഇതിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമ എഴുത്തുകാരനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളുടെ പുസ്തകമാണ് എഴുതി. അപ്പൊ അതിനൊരു ത്രില്ലർ സ്വഭാവം എഴുത്തിന്റെ രീതി അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ആൾക്കാർ അത് വായിച്ച ത്രില്ലർ നോവൽ പോലെ തോന്നിയെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് നമ്മൾ ചെയ്യണത് എന്താന്നുള്ളതാണ്. ഈ രാജ്യം ഭാരതം, ഞാനും അങ്ങ് താമസിക്കുന്നത് ഈ ഭാരതം സൂപ്പർ പവർ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണേ, ഇങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ തന്നെ നേരിട്ടുണ്ടായ അനുഭവങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങൾ ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉടനെ ചെയ്യുന്ന 4 രുദ്രാക്ഷമൊക്കെ ഇട്ട് ഒരു കാഷായമൊക്കെ ധരിച്ച് ഒരു ഗോട്ട്മാനായിട്ട് മാറും. അങ്ങിപ്പോഴും അങ്ങയുടെ ജോലി ചെയ്യുന്നു, അങ്ങയുടെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു, അതിനൊപ്പം മുരുക ഭഗവാന്റെ നിയോഗങ്ങൾ നടപ്പാക്കുന്നു. ഈ സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ സഞ്ചരിക്കുന്നു. ഒരു ഭസ്മവും കുറിയും ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും ഒരു ഗോഡ്മാനാവാനോ ഞാൻ അമാനുഷ സിദ്ധികൾ അല്ലെങ്കിൽ ശക്തികൾ എന്നെ നയിക്കുന്ന ഒരു മനുഷ്യനാണെന്നോ ഒന്നും ഭാവിക്കാതെ സാധാരണ ജീവിതം നയിക്കുകയാണ്. അത് അത്ഭുതകരമാണ്. അത് വളരെ വ്യക്തമായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാവുള്ളൂ. അതായത് ഒരിക്കലും ഒരു ഗുരു എന്ന് പറയാൻ പാടില്ല. ഒരു പീഠത്തിലിരിക്കുക, ബാക്കിയുള്ളവർ താഴ്ത്തിരിക്കുക, ആ പരിപാടിയൊന്നും ഇതിലില്ല. പിന്നെ ഒരു ഗോഡ്മാൻ എന്ന് പറയാൻ പാടില്ല, അത്ര വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ക്യാപ്റ്റൻ, ലീഡർ, ഒരു ടീമിനെ നയിക്കുന്ന ലീഡർ മുരുകയുഗത്തിലേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നത് ഒരു കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. കപ്പലിൽ ഒരുപാട് പേരുണ്ട്. ആ കപ്പലിൽ സഞ്ചരിക്കുകയാണ് മുരുകയുഗത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതിലേക്ക് കയറേണ്ട ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യണ്ട, ഇപ്പോഴും വന്നു ചേർന്നോളൂ. കാരണം ഈ കുമാരകാണ്ടായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ആത്മാക്കള്
വീണ്ടും ജനിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ, ഈ അല്ലെ ലോകത്തിൽ. കുമാരകണ്ഡത്തെ കുറിച്ചൊന്ന് പറയൂ, എന്താണ് കുമാരകണ്ഡം? അത് ഞാൻ അതിലേക്ക് വരാമെന്ന് കുറേ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാമെന്ന് തീർച്ചയായിട്ടും അത് പറയാം. അത് അതിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് വീണ്ടും. അവരൊക്കെ ഈ മുരുകത്തേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഒരു സ്പാർക്ക് കിട്ടുമ്പോൾ, ഒന്നുകിൽ എൻ്റെ പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിയാം, അവർക്കൊരു ഇത് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ആ സ്പാർക്ക് കിട്ടുമ്പോൾ അവർ നമ്മളെ തേടി വരും. അവർ തേടി വന്നാൽ അവർക്ക് വേണ്ട ഡ്യൂട്ടി ചെയ്യും. ഈ കപ്പൽ അടുത്ത പോർട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് പേര് ഇറങ്ങിപ്പോവും, മറ്റുള്ളവർ കയറും. ഇറങ്ങി പോണവരോട് ഇറങ്ങി പോവരുതെന്ന് പറയാൻ പാടില്ല. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു, അവർ പോവാണ്, അടുത്ത ആൾക്കാർ കയറും. അതുകൊണ്ട് ഞാൻ ഒരാളോട് ഇതിലൊന്ന് ജോയിൻ ചെയ്യണമെന്ന് പറയാറില്ല, വിട്ടുപോണ ആൾക്കാർ പോരുതെന്ന് പറയാറില്ല. കാരണം അത് ഓട്ടോമാറ്റിക് നടക്കും. നമുക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് ആരൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നത് അവരൊക്കെ അവിടെ വന്ന് ചേരും, വന്ന് ചേർന്നാൽ പറ്റും, കാരണം അത് ഭഗവാന്റെ ഡയറക്ഷനാണ്. അപ്പൊ ആ ഒരു രീതി ഉണ്ട് ഇതിന്, ഒരു സ്റ്റൈലുണ്ട് ഇതിന്. ആ സ്റ്റൈല് മനസ്സിലാക്കിയോട് കൂടിയിട്ട് ഞാൻ ഏറ്റവും മനസ്സിലാക്കിയത് ഞാൻ ഒന്നുമല്ല എന്നാ, എനിക്ക് ഒരു കഴിവില്ല. അദ്ദേഹം കൈ പിടിച്ച് നടത്തുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ട്, അദ്ദേഹം കൈവിട്ട അല്ല, അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവില്ല ഞാനൊന്നും അല്ലാന്ന്, ഞാൻ എന്തൊക്കെയോ ആണെന്നാണ് എല്ലാവരും ഭാവിക്കുന്നത്. അല്ല, അങ്ങനെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ എത്ര കൊല്ലായില്ലേ, 2004 തൊട്ട് 20 കൊല്ലായി. ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മുരുകൻ ഒരു പക്ഷേ ഒരു നിയോഗത്തിന്റെ ഭാഗമായിരിക്കാം നമ്മുടെ ഈ ഇരിപ്പും വർത്തമാനവും. തീർച്ചയായും ഇതിലൂടെ ഒരുപാട് പേർക്ക് ഈ സംഭവം എത്തിച്ചേരും. ആ സ്പാർക്ക് കിട്ടും അവർക്ക്. കാരണം അവര് ഇങ്ങനെ തന്നെയാണ് പലരും കിട്ടുന്നത്. 20 കൊല്ലായി മുരുകൻ ട്രെയിനർ എന്നുള്ള ലെവലിൽ ഭയങ്കര കടുപ്പക്കാരനാണ്. നിലയ്ക്ക് ട്രെയിനറാ. ആ ലെവലിൽ ഒരുക്കി എടുത്ത് ലെവലാക്കി വെച്ചിട്ടുള്ള ആളാണ് ഇപ്പൊ അങ്ങയുടെ മുമ്പിലിരിക്കണത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്ഥാനമല്ലേ, ഈഗോ എന്നുള്ളതൊക്കെ വലിച്ച് പുറത്തേക്ക് കളഞ്ഞ് നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നു കഴിഞ്ഞ ശേഷമാണ് നമുക്ക് നമ്മളെ തേടി എല്ലാം വന്നു തുടങ്ങിയത്. അതുവരെ തേടി എന്നെ ഒന്നും വന്നില്ല, ഞാൻ ഒന്നും അല്ല, എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കിയ ശേഷമാണ് എന്നെ തേടി വന്നു തുടങ്ങിയത്. ആ ലെവലാക്കി എടുക്കും, കാരണം അത്ര സ്ട്രിക്റ്റ് ട്രെയിനറാണ്. അങ്ങനെ ഒരാളാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്, ട്രെയിനറുടെ കഴിവാണ്. അപ്പൊ നമ്മള് ആ ചെയ്യണ ഗോൾ ഭാരതത്തിന് സൂപ്പർ പവർ ആക്കുക. യാത്രകൾ നമ്മൾ പറഞ്ഞു തീർന്നില്ല. ഇല്ല, അതിനു മുമ്പ് നമ്മൾ ഒരു ഡ്യൂട്ടിയും കൂടി ചെയ്തിട്ടുണ്ട് എല്ലാം മാർക്കയിൽ. നമ്മൾ ലാസ്റ്റ് ചൈനീസ് ആ കാര്യമാണ് പറഞ്ഞത്, യിങ് യാങ് യാഗം. അതിൽ ഒരു ആഡ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. യിങ് യാങ് യാഗം തുടങ്ങുമ്പോൾ ഞാൻ താവോയിസ്റ്റ് ലീഡറെ യാഗത്തുകൾക്ക് വിളിച്ചു. ഞാൻ അങ്ങനെ ഒരു ഭഗവാന്റെ ഡയറക്ഷനിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സിംഗപ്പൂർ താവോയിസ്റ്റ് ലീഡർമാരുണ്ട്. അപ്പോൾ സിംഗപ്പൂരിലെ എല്ലാമാർക്ക് മെമ്പർമാരോട് പറഞ്ഞു നമുക്ക് അവരെ വിളിക്കണം. അവർ പറഞ്ഞു വരില്ല, കാരണം ചൈനീസ് പീപ്പിൾ എപ്പോഴും കുറച്ച് മാറി നിൽക്കണം, അവരുടെ ഇതിലേക്ക് വിട്ടു വരില്ല. നമുക്ക് സംസാരിക്കാം, ഭഗവാന്റെ തീരുമാനം അതാണെങ്കിൽ അവരെത്തും. അവർ സംസാരിക്കാൻ തയ്യാറായി. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഗുരു ഗോകർനാഥ് സിദ്ധരും നിങ്ങൾ ലാവോട്സ് ഒന്നാണ്. നമ്മുടെ പൂർവികർ അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്, ആത്മീയ അറിവുകൾ കൈമാറിയിട്ടുണ്ട്. ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർ പഴനി വന്നിട്ടുണ്ട്. അറിയാമോ? ഇല്ല, അറിയില്ല. ഞാൻ പറയാണ് അവരോട്, 5000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർ പഴനിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് നിങ്ങളുടെ പഴനിയിലേക്ക്, നിങ്ങളുടെ എനർജി വീണ്ടും കണക്ട് ആവാൻ വേണ്ടി. അവർ വന്നു തായ്വാന്ന് വന്നു, യാഗത്തിൽ പങ്കെടുത്തു. അടുത്ത ഡിസംബറിൽ അവരുടെ പരിപാടിക്ക് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു സിംഗപ്പൂര്. ആ ഒരു എനർജി ഷിഫ്റ്റിങ് ആരംഭിച്ചു. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയിൽ ഉണ്ടാവണ മാറ്റങ്ങളും ഇന്ത്യക്ക് അവിടെ കിട്ടാൻ പോണ ഗുണപരമായ കാര്യങ്ങൾ കാണാൻ പറ്റും. ഓൾറെഡി കണ്ടു തുടങ്ങി, ഇനി കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത യാഗം ചെയ്തു. ഈ മാർച്ച് 16-ാം തീയതി ഈ കൊല്ലം ഉജ്ജയിനിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഉജ്ജയിനിൽ വെച്ച് യാഗം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഭാരതം എന്നുള്ള വാക്കിന് അതിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. 2, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിന് ലോകം മുഴുവൻ ആദരവ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് നാഷണൽ ഫ്ലാഗിന് ലോകം മുഴുവൻ ആദരവ് കിട്ടുക വെച്ചാൽ നമുക്കറിയാം, സൂപ്പർ പവറാണ് ഒരു കൺട്രിയുടെ നാഷണൽ ഫ്ലാഗ് അവിടെ കൊണ്ടുവച്ചാൽ ബഹുമാനിക്കും. ഒരു കാലത്ത് അമേരിക്കയുടെ ഫ്ലാഗ് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ബഹുമാനം കിട്ടാറില്ല. അതേപോലെ ഇന്ത്യയുടെ ഫ്ലാഗിനും അത് കിട്ടണം ലോകം മുഴുവൻ. 3, ഇന്ത്യൻ ആർമിക്ക് ദേവസേനാപതിയായ മുരുകന്റെ അനുഗ്രഹം കിട്ടാൻ. കാരണം ഒരു കൺട്രി സൂപ്പർ പവർ ആണെങ്കിൽ ആർമി സൂപ്പർ പവർ ആണോ? നമ്മൾ സമാധാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആർമി സൂപ്പർ പവറായ കൺട്രികളെ എപ്പോഴും ലോകത്ത് ഭരിച്ചിട്ടുള്ളൂ. അവിടെ സാമ്രാജ്യത്വ മോഹം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ താഴ്ന്നു നടക്കുമ്പോൾ ഇവരൊക്കെ നമ്മളെ ചവിട്ടി വെച്ചിട്ട് പോയിട്ടുള്ളൂ. നമ്മൾ വലുതാവുമ്പോൾ നമ്മളതൊന്ന് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ആ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്തത്. ഈ യാഗത്തിന് മുമ്പ് നമ്മൾ 2 പേർക്ക് ദർപ്പണം ചെയ്തു. എല്ലാ യാഗത്തിനു മുമ്പ് നമ്മൾ ദർപ്പണം ചെയ്തിട്ടാണ് ചെയ്തത്. ആദ്യത്തെ യാഗം 2021 നടന്ന യാഗത്തിന് വിക്രമാദിത്യനും നവപണ്ഡിതന്മാർക്കും ഉജ്ജയിനിൽ വെച്ച് ചെയ്തു. 2ാമത്തെ യാഗത്തിന് എല്ലാ ചോഴ രാജാക്കന്മാർക്കും ചെയ്തു. 3ാമത്തെ യാഗത്തിന് സിംഗപ്പൂർ പ്രധാനമന്ത്രി യിങ് യാങ് യാഗത്തിന് വേണ്ടിയിട്ട് ചെയ്തു. അവസാനത്തെ യാഗത്തിന് ഇപ്പം ചെയ്ത യാഗത്തിന് നമ്മൾ ചെയ്തത് ഡോക്ടർ BR അംബേദ്കർക്കും ഭരത് ചക്രവർത്തിക്കാണ് ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ഭഗവാന്റെ ഡയറക്ഷനിൽ ചെയ്തതാണ്. ഡോക്ടർ ഭരത് ചക്രവർത്തി, ഭാരതത്തിന് ആ പേര് വരാൻ കാരണക്കാരനായ മഹാനായ ചക്രവർത്തി. ഡോക്ടർ BR അംബേദ്കർ, ആധുനിക ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ മഹാൻ. നമുക്ക് ജയ് ഭാരതും വേണം, ജയ് ഭീമും വേണം. നമ്മൾ ജയ് ഭീം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഹിന്ദുക്കളെ ഒരു വേറൊരു വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ട്. ഹിന്ദു അല്ല, അതല്ല ഇതിൽ രസമായിട്ടുള്ള കാര്യം. അപ്പൊ ബ്രാഹ്മണിക്കൽ എന്ന് പറയുമ്പോൾ രസമായ കാര്യം, ഈ മറ്റേ നമ്മുടെ ഗുരു ഗോവർദ്ധന ബ്രാഹ്മണനല്ല, 18 സിദ്ധന്മാരിൽ 16 പേരും ബ്രാഹ്മണനല്ല. അവര് പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ് നമ്മളെല്ലാവരും പോയിട്ട് പൂജിക്കണം. ഇതൊന്നും ആരും നോക്കണില്ല, പക്ഷെ ഇത് പറയാൻ വേണ്ടിട്ട് ഇതൊക്കെ പറയണം. അതെ അതെ, എന്നിട്ടാണ് ഈ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്. ദളിതർ ഹിന്ദുക്കളാണ്, ദളിത് മുസ്ലിം ഐക്യം വേണം. അപ്പൊ ഇവിടെ വിഷയം ഇത് രണ്ടും വേണം നമുക്ക്, ജയ് ഭാരതും വേണം, ജയ് ഭീമും വേണം. ഇത് രണ്ടും ചേർന്നാണ് ഇന്ത്യ. ഇതിനോടൊപ്പം ചെയ്യുന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ, അടയാളങ്ങൾ ബുദ്ധമതത്തിൻ്റെ. ഒരിക്കലും നമുക്കത് മാറ്റാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. നമ്മളിത് പറയുമ്പോൾ അതും ചെയ്യണമല്ലോ. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിൽ അശോകസ്തംഭം എല്ലാം, കാരണം ഇത്രയും ഹിന്ദുക്കളും ഹിന്ദു ഇതുണ്ടായിട്ടും ബുദ്ധസ്തംഭങ്ങളാണ് മെയിനായിട്ട് വന്നത്. BR അംബേദ്കർ പോലും ഒരു കാലത്ത് ബുദ്ധമതത്തിലേക്ക് പോകാൻ അതിനൊരു കാരണമുണ്ട്. അശോക് ചക്രവർത്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള 9 പണ്ഡിതന്മാരുടെയും ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അത് കടന്നു പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 2 അണുവായുധം, ഒന്ന് പൊക്രാനല്ലേ, ഒന്ന് പേര് ഓർമ്മയുണ്ട, ബുദ്ധൻ ചിരിക്കുന്നു, രണ്ടാമത്തെ ബുദ്ധ പൂർണിമയില്. രണ്ട് ഭരണാധികാരികളായിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു, ഒന്ന് വാജ്പേയി ആയിരുന്നു. പക്ഷെ ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞില്ല, ചിലത് അങ്ങനെ ആവുള്ളൂ, കാരണം ചില എനർജി ഫീൽഡുകൾ വർക്ക് ചെയ്യണ കാര്യം. ഇവിടെ അതൊരിക്കലും അതുകൊണ്ടാണ് പറഞ്ഞത്, ജയ് ഭീമും ജയ് ഭാരതും ഭാരതത്തിന് ആവശ്യമാണ്. ഇത് 2 എനർജി കൊണ്ടുപോകുമ്പോഴാണ് കയറുക. 2 നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഒരു ഇത് തന്നെ. നമ്മൾ ഈ പ്രാവശ്യം ഭഗവാന്റെ ഡയറക്ഷനിൽ ചെയ്തത്, പഴനിയിൽ നിന്ന് മുരുകൻ്റെ വിഗ്രഹം ഉജ്ജയിലേക്ക് ബൈ റോഡാണ് പോയത്. മുരുകൻ്റെ എനർജി ബൈ റോഡ് നോർത്തിലേക്ക് പോവുക ചെയ്തത്. എന്നിട്ടാണ് അവിടെ ആ യാഗം നടത്തിയത്. അത് ഇന്ത്യ ഒന്നാണ്. ആ എനർജി നോർത്ത് സൗത്ത് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ആ ബൈ റോഡ് പഴനിയിൽ പൂജിച്ച് മുരുകൻ്റെ വിഗ്രഹം കൊണ്ടുപോയി ഉജ്ജയിനിൽ ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ ഐക്യം അത് സൗത്ത് നോർത്ത് അല്ല, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഡയറക്ഷനിൽ ചെയ്തത്. ഇനി രസമായിട്ടുള്ള ഒരു കാര്യം, ഉജ്ജയിൻ വിക്രമാദിത്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മക്കളുടെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കന്ദഗുപ്ത എന്നാ, കുമരഗുപ്ത എന്നാ. അന്നത്തെ സ്വർണ്ണ നാണയങ്ങൾ നോക്കിക്കോ, മുരുകന്റെ പടമുള്ള സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് ആ കാലത്ത്. ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയിൽ മുരുകപൂജ ഉണ്ടായിരുന്നു. വീണ്ടും അത് തിരിച്ചു വരികയാണ്. വിദേശ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഭഗവാൻ അയച്ചിട്ടുണ്ടായിരുന്നു ശിവരാത്രിക്ക്. അത് മധ്യപ്രദേശിൽ തന്നെയാണ് വിദേശ. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രഗുപ്തന്റെ കാലത്ത് പണിത, ഇപ്പൊ യുനെസ്കോയുടെ കീഴിലാണ് അതുള്ളത്, 18 ഗുഹാക്ഷേത്രങ്ങളാണുള്ളത്. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ദൈവങ്ങളുടെ ഇതാണ്. അതിൽ 3ാമത്തെ ഗുഹാക്ഷേത്രത്തിൽ മുരുകവാനാ. അത് എങ്ങനത്തെ മുരുകവാൻ, ഫോട്ടോ അടിച്ചു നോക്കി ഉള്ളിൽ കേൾക്കാം. പഴനി ആണ്ടവരുടെ വിഗ്രഹം അങ്ങനെ ഇരിക്കണോ, സെയിം മുരുകവാനാ. എങ്ങനെ അവിടെ ആ വിഗ്രഹം നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. മുരുകക്ഷേത്രം. അത് മാത്രമല്ല, ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂവിൽ ചെയ്തപ്പോൾ മോശയിലെ തോന്നുന്നു, അവരൊരു കാര്യം പറഞ്ഞു. അവരൊരുപാട് അമ്പലങ്ങളിലേക്ക് പോകണം ഒരു ലേഡിയാണ്, നല്ല വിവരമുള്ളത്. അവരെന്നോട് പറയുന്നത്, ഹിമാലയത്തിൽ ഗുപ്തക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ മന്ത്രങ്ങളെ കുറിച്ച് അവിടുത്തെ പൂജാരിമാർ പറയുന്നത് കുമാരികാണ്ഡത്തുനിന്ന് കൊണ്ടുവന്ന പൂജാവിധികൾ അവിടെ ഉള്ളതെന്ന് പറയാറുണ്ട്. ഇവർ വിചാരിച്ചത് കന്യാകുമാരിയിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ വന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആ സംഭവങ്ങൾ ഉണ്ട്. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇന്ത്യ ഭാരതത്തിന് മുരുകൻ്റെ ആ ഒരു പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിക്ക് മുരുകൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ മാർച്ച് 16-ാം തീയതി ഈ യാഗം ചെയ്ത് ഉജ്ജയിനിൽ വെച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്തതും ഭാരതത്തിൻ്റെ ഉയർച്ച, മുരുകയോഗത്തിന് വേണ്ടി, തമിഴ് സംസ്കാരത്തിന് വേണ്ടി ഇതാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞത്, യാത്രകളെ കുറിച്ച് അങ്ങ് ചോദിച്ചല്ലോ. യാത്രയുടെ കാര്യങ്ങൾക്ക് ഈ യാത്രകളിലുണ്ടായി. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം, എല്ലാമാർക്കും പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് നമുക്ക് 6 യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ 4 യാഗങ്ങൾ കഴിഞ്ഞു.
അത് പഞ്ചഭൂതങ്ങളാണ്. ഇതിൽ രസമായിട്ടുള്ള വേറൊരു ഒരു യാഥാർത്ഥ്യത്തോട് പറയാം. ആദ്യത്തെ യാഗം ജലം, അല്ല ഭൂമി 2001 2022 ജലത്തിൻ്റെ യാഗമായിരുന്നു ചോഴന്മാരുടെ. 2023 നമ്മുടെ യിങ് യാങ് യാഗം. യിങ് യാങ് എന്നുള്ളതിൻ്റെ ഇന്ത്യൻ വേഷം എന്താണെന്ന് അറിയാം? നമ്മളെ നാരി ആൺ പെൺ എന്താ പറയാ, ശിവശക്തിന് ചൈനീസ് കൊണ്ട് യിങ് യാങ്. ഈ യിങ് യാങ് 3-ാമത്തെ ദിവസമാണ് ചന്ദ്രനിൽ റോവർ ഇറങ്ങി ആ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന് നരേന്ദ്രമോദിജി പേരിട്ടത്. അടുത്ത യാഗം നമ്മൾ ചെയ്തത് ഇപ്പോൾ മാർച്ചിൽ ചെയ്തത് സ്പേസ് യാഗമാണ്. ഈ സ്പേസ് യാഗം കഴിഞ്ഞിട്ട് കറക്റ്റ് 3-ാമത്തെ ദിവസം യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രപഞ്ചോൽപത്തിക്ക് കാരണക്കാരനായ പോയിന്റിന് ശിവശക്തി യൂറോപ്യൻ സ്പേസ് ഏജൻസി പേരിട്ടു. അപ്പോൾ ഇതൊക്കെ കയറി വന്നു തുടങ്ങി. ഇനി നമുക്ക് ബാക്കിയുള്ളത് 5-ാമത്തെ യാഗം അഗ്നിയാഗമാണ്. 6-ാമത്തെ യാഗം ടൈം, കാലം. അങ്ങനെ 6 യാഗങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഓൾ വേൾഡ് മുരുക കോൺഫറൻസ് ചെയ്യണം. ഈ മുരുക കോൺഫറൻസിലാണ് നമ്മൾ വിട്ടുപോയ ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക. നമ്മൾ ഇവർ പറഞ്ഞില്ലേ നമ്മുടെ താവോയിസ്റ്റ് ആൾക്കാരാണ്, അവരെ കൊണ്ടുവരും. പിന്നെ ഇറാഖ് സൈഡിൽ ഒരു യസീദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു മാലാഖനാണ് അവർ അമ്പലം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നിലവിളക്കുണ്ട്. ഒരു ഇന്ത്യൻ സ്ത്രീ പോലത്തെ ഒരു ലേഡി സാരി എടുത്തിട്ട് ഒരു പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയതാ. യസീദികളുടെ ചെറിയ സിദ്ധിന്നാ, തെക്കുന്ന് സിദ്ധിച്ചവർ. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഇതൊക്കെ വിട്ടുപോവാണ് ഒരു കാലത്ത്. ഇതിനൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നുള്ള ഒരു വേൾഡ് മുരുക കോൺഫറൻസ്. ഇത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ DMK ഗവൺമെന്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവര് നടത്താൻ പോകുന്ന വേൾഡ് മുരുക കോൺഫറൻസ്. ശ്രീരാമന് ബദലായി വേൾഡ് മുരുക കോൺഫറൻസ് പറഞ്ഞിട്ട് ഇപ്പൊ പഴനിയിൽ നടത്തണം എന്ന് പറയും. അപ്പൊ അവരും മുരുകനെ ഇടപെട്ട് തുടങ്ങി. അപ്പോ അതാണ് നമുക്ക് എല്ലാമാർക്കും പ്ലാറ്റ്ഫോം. അത് കഴിഞ്ഞിട്ട് 6 വേലുകൾ ഇതിൽ വെച്ച് പൂജിച്ച് 6 വേല് കുമാരികാണ്ഡത്തിൻ്റെ അതിർത്തിയിൽ ശങ്കരാചാര്യർ എങ്ങനെ ഇന്ത്യൻ അതിർത്തി നിർണയിച്ചോ അത് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 6 വേലുകൾ മുരുകൻ്റെ എനർജി പോയിന്റിൽ പ്രതിഷ്ഠിക്കും. ഇതാണ് എല്ലാമാർക്കും ഇപ്പോൾ ഭഗവാൻ തന്ന നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ നടത്തിയ യാത്രകളാണ് എനിക്കുണ്ടായ ചില എക്സ്പീരിയൻസ് അങ്ങ് ചോദിച്ചത്. അത് ചില സ്ഥലങ്ങളുടെ രാജ്യങ്ങളിൽ പോയ ചില അത്ഭുതകരമായ അനുഭവങ്ങൾ ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്ന് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയത് പറയാം. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ മാർച്ച് 29 അത് ഈ സിക്കിമിലേക്കാണ് പോയത്. ഗാങ്ടോക്കിൽ പോയി എൻ്റെ പിറന്നാൾ ദിവസം മാർച്ച് 29. എല്ലാ പിറന്നാളിലും ഭഗവാനെ ഒരു സ്ഥലത്തേക്ക് വിടും. ഓരോ സ്ഥലത്ത് കൂടണ്ട, ഇങ്ങനെ ഓരോ എനർജി പോയിന്റിലേക്ക് വിടും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്നെ വിട്ടത് ഗാങ്ടോക്കിലേക്കാണ്. ഗാങ്ടോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5-ാമത്തെ യാഗം നടത്തണം. അടുത്തത് അഗ്നിയാഗമാണ്. അപ്പോൾ ഈ യാഗം എവിടെ വെച്ച് നടക്കണോ, എന്തിനു നടത്തണോ ഒന്നും എനിക്കറിയില്ല, എപ്പോൾ നടത്തണമെന്ന് അറിയില്ല. ഞാൻ ഭഗവാന്റെ ഡയറക്ഷൻ കിട്ടുമ്പോഴാണ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഗാങ്ടോക്കിലേക്ക് വിടുന്നത്. ഈ ഗാങ്ടോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ. ആ മൗണ്ടനിൽ ഒരു രഹസ്യമുണ്ട്. യതികൾ കാവൽ നിൽക്കുന്ന ഒരു അഗ്നി അവിടെയുണ്ട്. യതികളെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ അഗ്നി ഭാരതത്തിൻ്റെ ഉയർച്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അടുത്തത് അഗ്നിയാഗമാണ് നടത്താൻ പോണത്. അതിലൊരു പിന്നെ കുമാരികാണ്ഡത്തിൻ്റെ രഹസ്യങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലമാണ് അവിടെ ചെന്ന് അവരുടെ അനുഗ്രഹം വാങ്ങണം. എന്നാൽ അടുത്ത ഒരുപാട് രഹസ്യങ്ങൾക്ക് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കാരണം അവരാണ് കാവൽ നിൽക്കുന്നത്. അപ്പോൾ ഈ കാഞ്ചൻജംഗ മൗണ്ടൻ്റെ അടുത്തൊരു ഇതുണ്ട്, ഒരു മൊണാസ്ട്രി ഉണ്ട്. ആ മൊണാസ്ട്രിയിൽ ഗുരു പത്മസംഭവ അങ്ങനെ അദ്ദേഹം പ്രതിഷ്ഠിച്ച 3 വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് മഹാകാൽ, ഉജ്ജയിലത്തെ മഹാകാൽ. ഉജ്ജയിൽ നിന്നാണ് നമ്മൾ അടുത്ത യാഗത്തേക്ക് പോകണം. 2 യതികൾക്ക്, 3 കാഞ്ചൻജംഗ മൗണ്ടൻ. ഈ 3 അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ്. അതോടൊപ്പം നമുക്ക് പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ B.R. അംബേദ്കർ ഭരചക്രവർത്തി എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഒരു കാര്യം കൂടി വന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാൻ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം അടുത്ത യാഗത്തിൽ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല
സുഭാഷ് ചന്ദ്രബോസ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പോയി അവിടെ പോയിട്ട് അവിടെ ഒരു മലമുകളിൽ ഒരു പർവ്വതത്തിൽ പോയി. ആ പർവ്വതത്തിൽ ഒരു വീർ ബഹദൂർ സിംഗ് അങ്ങനെ ഒരു ആർമിക്കാരൻ്റെ അമ്പലം ഉണ്ടാവും. എനിക്കറിയാം. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നുണ്ട്, അദ്ദേഹം ഗൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ ഈ ഏരിയ ടിബറ്റൻ ഏരിയ ഒരുപാട് രഹസ്യങ്ങളുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ല. അദ്ദേഹം നിഗൂഢതകൾ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചിട്ടുണ്ട്. വിമാനാപകടം അല്ലെങ്കിൽ ഒരു സന്യാസിയായിട്ട് ജീവിച്ചു. പക്ഷെ ഇതൊന്നല്ല, അതിനപ്പുറം ആ കാഞ്ചിജംഗ പർവ്വതമായിട്ട് യദുകളായിട്ട് അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ട്. അദ്ദേഹം ജസ്റ്റ് അനന്തര ഡൈമെൻഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അദ്ദേഹം അവിടുന്ന് ഇനി പലവരെയും ഗൈഡ് ചെയ്ത് തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിലുള്ള രഹസ്യങ്ങൾക്കുള്ളൊരു യാത്രയായിരുന്നു. ആ വാതിൽക്കിൽ എത്തിയിരിക്കുകയാണ് അവരുടെ യദുകളുടെ അനുഗ്രഹം. അങ്ങനെ ഒരു യാത്രയാണ് ഇപ്പോൾ നടത്തുന്നത്. അതേപോലെ ഓരോ യാത്രകൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് മംഗോളി പോയിട്ടുണ്ടായിരുന്നു. മംഗോളിയക്ക് ഗോബി ഡെസർട്ടിൽ ഒരു സ്ഥലത്തേക്കാണ് ഭഗവാൻ അയച്ചത്. അതൊരു പിറന്നാൾ ദിവസമായിരുന്നു കേട്ടോ. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ക്യാപിറ്റലാണ് ഉലൻബത്താർ, മംഗോളിയയുടെ ക്യാപിറ്റൽ. -30 പോകും. അവിടെ പോയിട്ട് അവിടുന്ന് ഞാൻ ഗോബി ഡെസർട്ടിലേക്ക് യാത്ര ചെയ്യാണ്. എൻ്റെ പിറന്നാൾ ദിവസം അവിടെ ഉണ്ടാവണം. ഒരു റോഡ് മാത്രമേ ഉള്ളൂ, 2 സൈഡിലും ഒന്നുമില്ല. കുറെ ഒട്ടകങ്ങളും കുതിരകളും മേഞ്ഞു കിടക്കണ കാണാം. അത്രയും ഇങ്ങനെ നീണ്ടുപോകും. അങ്ങനെ പോയി അവിടെ എത്തി. ആ സ്ഥലത്തിൽ ഗോബി ഡെസർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംബാല എന്നുള്ള ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. ഒരു ലോസ്റ്റ് സിറ്റിയോ ഒരു മിസ്റ്റിക് പ്ലേസ്. കൈലാസത്തിനുള്ളിലാണെന്ന് പറയാറുണ്ട്. കൈലാസിൽ പറയുന്നുണ്ട്, ടിബറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഓരോ ഗേറ്റുകളാണ്. കൈലാസിലൊരു ഗേറ്റ്, ടിബറ്റിലൊരു ഗേറ്റ്, അതേപോലത്തെ ഒരു ഗേറ്റാണ് ഗോബി ഡെസർട്ട്. ഗോബി ഡെസർട്ടിൽ ഒരു സന്യാസി അവിടുത്തെ ഒരു സന്യാസി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു എനർജി ഷിഫ്റ്റിംഗ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇതാണ് സംബാലയുടെ ഒരു ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ 4 ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 4 ഗേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ പടിപ്പരയൊക്കെ ഇല്ലേ, അതേപോലെ 4 പടിപ്പര. അവിടെ വന്ന് ആൾക്കാർ പ്രാർത്ഥിച്ചാൽ അത് നല്ലതാണ്, അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ തപസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും അവിടുത്തെ ലോക്കൽ ആൾക്കാർ അവിടെ പോവും, ആ മണ്ണിൽ കിടക്കും, പ്രാർത്ഥിച്ച് തിരിച്ചു വരും. അപ്പൊ ഈ സംബാലയിലേക്കാണ് എന്നെ അയക്കണത്. ഈ മംഗോളിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ചെങ്കീസ് ഖാന്റെ സ്ഥലമാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ വളരെ ദാരിദ്ര്യമായി ചുറ്റുപാടത്ത് ജീവിച്ച് അവസാനം ഒരു മലയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് സ്വർണ്ണ ചാട്ടവാറ് കിട്ടുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം പടിപടിയായി വരുന്ന മഹാചക്രവർത്തി ആവണതും. എല്ലാം ചെങ്കീസ് ഖാൻ മയാണ്. അവിടെ ചെന്ന നോട്ടുകൾ തൊട്ട് വലിയ പ്രതിമ, ആ സ്വർണ്ണ ചാട്ടവാറ് കിട്ടിയ സ്ഥലത്ത് വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഗോബി ഡെസർട്ടിലേക്ക് പോകാൻ. ഈ ഗോബി ഡെസർട്ടിൽ സംബാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുന്ന് സിദ്ധന്മാർ വന്ന് ഭൂമിയിൽ വന്നിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് എന്നെ അയച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ മംഗോളിക്ക് ഒരു പ്രത്യേകത, ഉജ്ജയിന് ഒരു പ്രത്യേകതയുള്ള ഒരു സംഭവമുണ്ട്. നമുക്ക് 2 ടൈപ്പ് എനർജി ഉണ്ട്, ഗരുഡ എനർജി, നാഗ എനർജി. ഇത് 2 പാരലായിട്ട് പോകുന്ന 2 എനർജികളാണ്. ഒന്ന് ആത്മീയ എനർജിയാണ്, ഒന്ന് അധികാരത്തിൻ്റെയാണ്. നമ്മൾ നാഗ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുണ്ടലിനി ചുറ്റി അത് ഉയർന്നു വരുമ്പോൾ അത് ഉയർന്നു വരുമ്പോഴാണ് അയാൾ സ്പിരിച്വലായിട്ട് പവർഫുൾ ആവുക. നമ്മൾ ഭഗവാന്റെ പിന്നിലൊക്കെ ഫോട്ടോകളിൽ പാമ്പ് കാണിക്കണത് അതുകൊണ്ടാണ്. ഇത്രയും കുണ്ടലിന് ഉയർന്നിട്ടുള്ള ഒരാളെന്നുള്ളത് സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആണ്. അത് ഏഷ്യയിലാണ് ഈ എനർജി കൂടുതലുള്ളത്. ശ്രദ്ധിച്ചറിയാം, ഒരുവിധം എല്ലാ റിലീജിയനും സ്റ്റാർട്ട് ചെയ്ത് ഏഷ്യയിലാണ്. കാരണം അവിടെയാണ് ഈ എനർജി കൂടുതൽ. വെസ്റ്റിലാണ് ഗരുഡ് എനർജി കൂടുതലുള്ളത്. അവിടെ ഫ്ലാഗുകളിലൊക്കെ നോക്കി അറിയാം, കഴുകൻ്റെയും ഗരുഡിൻ്റെയൊക്കെ പടങ്ങൾ കാണാം. അധികാരത്തിൻ്റെ ഇത് 2 പാരലായിട്ട് സഞ്ചരിക്കുള്ളൂ. ഇത് കൂട്ടിമുട്ടണത് അപൂർവ ഇടങ്ങളിലാണ്. ഒന്ന് മംഗോളിയയിൽ, ഒന്ന് ഉജ്ജയിനിൽ. ഈ 2 എനർജി കിട്ടിക്കഴിഞ്ഞ ചക്രവർത്തിമാരും പവർഫുൾ ആവും. അതുകൊണ്ടാണ് വിക്രമാദിത്യ ചക്രവർത്തിയും ഇവിടെ ചെങ്കിസ് ഖാനും ഉയർന്നു. ഇത്തരം ചില എനർജി പോയിന്റിലൂടെയാണ് ഞാൻ അന്ന് വന്നത്, മംഗോളിയയിൽ പോയി വന്നത്. പിന്നെ ഒരു വട്ടം ഞാൻ സഞ്ചരിച്ചത് നമ്മുടെ റഷ്യയിലേക്ക്. റഷ്യ വളരെ പ്രധാനം. 2013 പോണം. ഭഗവാന്റെ ഡയറക്ഷൻ റഷ്യയിൽ പോവുക, സ്പേസ് നന്നായിട്ട് എനർജി സ്വീകരിച്ച് തിരിച്ചു വരാം. ഭാവിയിൽ നമുക്ക് അതിൽ കുറച്ച് കൂടുതൽ സംസാരിക്കാം, സ്പേസിനെ കുറിച്ച് ഇതാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റഷ്യയിലേക്ക് പോവാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് ചില ശ്രീലങ്ക അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ, ഭൂട്ടാൻ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. റഷ്യയിലേക്ക് പോവാണ്. ഭാഷ അറിയില്ല, ഉള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകണം. അന്നത്തെ കാലത്തൊക്കെ ഒരു ഫ്ലൈറ്റ് മിസ്സായ വട്ടപ്പാലം കറങ്ങാന്ന് വേറെ രക്ഷയില്ല. അപ്പോൾ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തേക്ക് പോകണ മുമ്പ് ഒരു പുസ്തകം, ഒരു യാത്ര വരുന്നത് വായിക്കും വെറുതെ അവിടുത്തെ. അന്ന് ഞാൻ വായിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നടാഷയുടെ വർണ്ണബലികൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിൽ പക്ഷെ ഒരു കാര്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു നവംബറിലേക്കാണ് പോകുന്നത്, റഷ്യയിൽ പോകണം. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് ആള് റൂമിൽ ഒന്ന് വീണു. ആൾക്ക് ബോധം നഷ്ടപ്പെട്ടു. പനിയായി. അവസാനം അദ്ദേഹം ഒരു ഡോക്ടറെ കിട്ടാണ്ട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്.
ഞാൻ പോണത് ഫെബ്രുവരിയിലാണ്, നല്ല തണുപ്പ് പ്രദേശം. അദ്ദേഹത്തിന് ലോകം മുഴുവൻ കറങ്ങുന്ന ആളാണ് അദ്ദേഹം. ഞാൻ എൻ്റെ അവസ്ഥ എന്താ, ഒരാളുണ്ടാവില്ല. ശരിക്കും പേടിയുണ്ടായിരുന്നു ഈ തണുപ്പത്ത് എന്താ ഉണ്ടാവുന്നത്. ഞാൻ അവിടുന്ന് പോയി ഇവിടുന്ന് ശ്രീലങ്ക എയർലൈൻസ് വഴി പോകണം. ശ്രീലങ്ക എയർലൈൻസിൽ കയറി ഇവിടുന്ന് ശ്രീലങ്കയിൽ പോയി പിറ്റേ ദിവസം എയർലൈൻസിൽ കയറി പോകുമ്പോൾ 300-ന് മേലെ ആൾക്കാരുണ്ട് ഫ്ലൈറ്റിൽ. എല്ലാവരും റഷ്യക്കാർ, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒരു ഏഷ്യൻ. അപ്പം അതിൽ എൻ്റെ രജിത്ത് കുമാരാന്ന് എഴുതിയിരിക്കണേ. അവർ കുമാറിനെ എഴുതില്ല ശ്രീലങ്ക, അതായത് കുമാര സംഘകാരാന്നൊക്കെ പറയുന്ന പോലെ കുമാര. അവർ വിചാരിച്ചു ഞാൻ ശ്രീലങ്കനാണ് എയർ ഹോസ്റ്റസ്. എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. നിങ്ങൾ മാത്രം ശ്രീലങ്കൻ, ഞാൻ മിണ്ടാൻ പോയില്ല. അതേ റഷ്യയിൽ പോയിട്ട് ഞാൻ എന്തിനാ പോകണമെന്ന് എനിക്കറിയില്ല. റഷ്യ നമുക്കറിയാലോ, സോവിയറ്റ് യൂണിയൻ നമ്മുടെ പഴയ ചെറുപ്പകാലത്ത് നമുക്കൊരു സ്വർഗമായിരുന്നു സോവിയറ്റ് യൂണിയൻ. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ ഫുട്ബോൾ ടീം കാണാപ്പാടാണ് നെഹ്റു ട്രോഫിക്ക് വന്നത്. ബുക്കുകൾ ഡോസ്റ്റോവസ്കി, ടോൾസ്റ്റോയ്ക്ക് വായിച്ച് മറിച്ച സ്ഥലങ്ങളില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടായതിനപ്പുറം എന്താണ് നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവസാനം ഒരു ദിവസം ലെനിൻ്റെ ഇത് കാണുമ്പോൾ ബോഡി വെച്ചിട്ടുണ്ട്, അപ്പോൾ വ്ളാഡിമിർ ലെനിൻ്റെ ഇത് വേണം. അത് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ സ്പേസിലെ പങ്കുള്ളൊരു സംഭവമാണ് കൊണ്ടുപോകണേന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. 4 ദിവസം കഴിഞ്ഞു, എനിക്കൊന്നും കിട്ടണില്ല. അവസാനം ലെനിൻ്റെ ബോഡി കണ്ട് ഗൈഡും കൂടി. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പോൾ ലെനിൻ്റെ ബോഡി കണ്ടപ്പോൾ നമുക്കൊരു ചരിത്രത്തിന് മുമ്പിൽ നിന്ന പോലെയാണ്. കാരണം അദ്ദേഹത്തിനെ കൂടി നമ്മൾ അത്രയും ഇത് വായിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എവിടുന്ന ഒരു റഷ്യൻ ലേഡി ഓടി വന്നു എൻ്റെ കൈ പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാനിത് എന്താ പറയണെന്ന് ഗൈഡിനോട് ചോദിച്ചു. റഷ്യൻ ഭാഷയിലാണ് പറയണത്. ഒരു യൂറികക്കാരൻ്റെ ബോഡി വെച്ച സ്ഥലം കാണാണ്ടാണോ നിങ്ങൾ പോണേന്ന്. ആദ്യത്തെ ഞാൻ ഷോക്കായി. എനിക്ക് സ്പേസിൽ ആദ്യം പോയ ആളാണ് യൂറികക്കാരൻ. അത് ഇപ്പോഴും അവര് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലല്ല, അടക്കിയ സ്ഥലം. അപ്പോൾ ഞാനൊരു 8ാം ക്ലാസ്സിൽ എനിക്ക് ചിന്താ പബ്ലിക്കേഷൻ്റെ യൂറികക്കാരൻ ഒരു പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ആളുടെ ജീവചരിത്രമൊക്കെ വായിച്ചിട്ട് ഭയങ്കര ഇപ്പോഴും അത് അങ്ങനെ നേരിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ്. സ്പേസിൽ അദ്ദേഹത്തിന് ഞാൻ ഗൈഡിനോട് നമ്മളത് സ്കിപ്പ് ചെയ്തേനെ. അപ്പൊ ഭഗവാൻ എന്താ ചെയ്ത, ഒരു ബന്ധമില്ലാത്ത ലേഡീനെ കൊണ്ടുവന്ന് എന്നെ അവിടേക്ക് എത്തിച്ചു. ഞാനത് അവിടെ പോയി ഒരു സല്യൂട്ടൊക്കെ കൊടുത്ത് ഗൈഡ് ഞെട്ടി. എന്നാലും എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ആ സ്പേസിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇത് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ നമുക്ക് ഉണ്ടാവുന്ന ഒരു അത്ഭുതകരമായ, ഇപ്പൊ ജപ്പാനിൽ ബാബാജിയുടെ കാര്യം അങ്ങ് ചോദിച്ചല്ലോ, നമുക്ക് അടുത്തതിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ ഈ യാത്രയിലൂടെ സഞ്ചരിച്ച് നമുക്ക് എത്തേണ്ടത് മുരുകഭഗവാന്റെ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ പ്രേക്ഷകരിങ്ങനെ ആകാംക്ഷ നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് മുരുകഭഗവാന്റെ 2ാമത്തെ വിഗ്രഹം കണ്ടെത്തിയത്. പിന്നെ വന്ന് കുമാരി കണ്ടത്തിൻ്റെ കാര്യം പറയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ബാബയുടെ കാര്യം പറയാനുണ്ട്. ഇത് 3ഉം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. ഉറപ്പായും ഈ യാത്രയിൽ നമ്മളോടൊപ്പം തുടരുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.